ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ബിസ്മിയൊക്കെ ചൊല്ലിക്കൊണ്ട് വാതിൽ തുറക്കുകയാണേ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ എണീറ്റ പാട് പള്ളിയിലേക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ വീടിൻ്റെ മുന്നിലെ പള്ളിയാണ് കേട്ടോ. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. കിടക്കുമ്പോൾ ചവിട്ടി ഉള്ളിലേക്ക് എടുത്തിട്ട് പൂച്ചെന്തിരി വന്ന് കിടക്കുമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അതൊന്ന് സിറ്റ് ഔട്ടിൽ വിരിച്ചിട്ടോ. അപ്പോഴേക്കും നമ്മൾ 2 സ്വത്തുമണികളുണ്ടല്ലോ, അവർ മദ്രസയിൽ പോകാൻ റെഡി ആയിട്ടോ. അവർക്ക് ഞാൻ അവരെ കൂടെ നിൽക്കണം കേട്ടോ. അവർ മദ്രസ പോകുന്നത് കാണാൻ. അങ്ങനെ തിരിച്ച് വന്ന് ആദ്യം ബെഡ്ഷീറ്റും പതുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടിച്ചോരി തുറക്കുമ്പോൾ എളുപ്പമാവും. പിന്നെ ആരെങ്കിലും പെട്ടെന്ന് കയറി വരാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് അലങ്കോലമായി കിടക്കില്ല. അങ്ങനെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത കലാപരിപാടി അടുക്കളയിലാട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞു അടുക്കള. ഈ കുഞ്ഞു അടുക്കള വെച്ചിട്ടാണ് നമ്മളുടെ ഈ കലാപരിപാടികൾ. ഈ കാണുന്ന നമ്മൾ പുറത്തൊരു അടുക്കള ഇറക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ പുറത്ത് അടുക്കളയിൽ ഈ ബക്കറ്റുകളൊക്കെ ഉണ്ട്, പൊടി അരിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഈ ബക്കറ്റുകളൊക്കെ ഒന്ന് നോക്കും. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഈ വിറക് പേരാണ്. അപ്പോൾ എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയിൽ ഏതായാലും നമ്മൾ നോക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ പാടം ഒന്നൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ അടുക്കളയിലുള്ള ഫസ്റ്റത്തെ കലാപരിപാടി എന്ന് വെച്ചാൽ കുടിക്കാനുള്ള വെള്ളം വെക്കട്ടെ. തിളപ്പിച്ചാറിയിട്ട് ഞങ്ങൾ കുടിക്കാറുള്ളൂ. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇനി ദോശക്കുള്ള മാവ് അരച്ചു കൂട്ടാം. ഇത് നമ്മുടെ മലപ്പുറംകാട് സ്വന്തം ദോശ എന്നറിയില്ലേ, അതാണ് കേട്ടോ. മിക്സ് അങ്ങനെ അത്യാവശ്യത്തിന് നമ്മൾ മാവിലോട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ ദോശമാവ് റെഡിയായി. ഇനി നമ്മൾ ദോശയിലോട്ട് തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും വേണ്ട. അപ്പോൾ പൊട്ടോട്ടോ കൊണ്ട് ഇസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇട്ടപ്പോൾ അരിന്ന്. ഈ ഇസ്റ്റ് നമ്മൾ സാധാരണയായിട്ടുണ്ടാകുന്ന സിമ്പിളായ മെത്തേഡിൽ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് അതൊന്ന് കുക്കറിലോട്ട് വേവിക്കാൻ വെച്ചു. ഇനി അടുത്തുള്ള കലാപരിപാടിയാണ് ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നമ്മൾ ദോശ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് തീ ഒന്ന് പൊടിപ്പിക്കുകയാണേ. തീ പിടിച്ചപ്പോഴേക്കും നമ്മളുടെ കുടിക്കാനുള്ള വെള്ളം തിളച്ച് മറിയാം. അങ്ങനെ അപ്പോഴേക്കും നമ്മൾ ദോശക്കല്ല് നല്ലോണം ചൂടായി റെഡിയായിട്ടുണ്ട്. അങ്ങനെ ചട്ടപ്പട നമ്മൾ ദോശയും റെഡിയായി. രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ മീൻ കറി റെഡിയാക്കാണ് കേട്ടോ. ഉച്ചക്കുള്ള കൂടെ ഞാൻ പൊട്ടാറ്റോ സ്റ്റൂവിലേക്കുള്ള കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അരി കഴുകി അത് ഒന്ന് അടുപ്പത്തേക്ക് ഇടാനേ. അങ്ങനെ അവിടെയെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം ഇനി അടുത്തുള്ള കലാപരിപാടി നമ്മളെ മുറ്റത്താണ് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പഴയ ചെരുപ്പുകളുണ്ട് കേട്ടോ ഇടാത്ത, അതൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ്. അതിന് ശേഷം മുറ്റം ഒന്ന് ക്ലീനാക്കുകയാണ്. മുറ്റം ഷീറ്റിട്ടതാണെങ്കിലും അത്യാവശ്യം കച്ചറ ഉണ്ടാവും കേട്ടോ. നമ്മളെ മുറ്റത്തൊക്കെ കിണറിൻ്റെ മേലൊക്കെ നല്ലോണം കച്ചറ ഉണ്ടാവും. അതൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കുകയാണ്. അങ്ങനെ മുറ്റം അടിച്ചതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഷിബിനി മോൻ്റെ അക്വേറിയത്തിൽ നിറയെ കച്ചറ വീണ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മുറ്റം മാത്രം വൃത്തിയാക്കിയാൽ പോരല്ലോ, നമ്മൾ ഈ ചെടിത്തടത്തിൻ്റെ തിണ്ട് ടൈലിട്ടതാണ്. അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീനാക്കി. അവിടെ പൊടി ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ വന്നിരിക്കും ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി. എത്ര ചെറിയ വീടാണെന്നുണ്ടെങ്കിലും ഉൾഭാഗം മാത്രം വൃത്തിയാക്കിയാൽ പോരല്ലോ, പുറം ഭാഗം വൃത്തിയാക്കുന്നതല്ലേ അതിൻ്റെ നല്ലതായ രീതി. അങ്ങനെ ഇത് മുറ്റം വൃത്തിയാക്കിയതിന് ശേഷം വന്നപ്പോഴേക്കും ചോറ് തിളച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, മീൻ മുറിക്കാനുണ്ട്. ഇതൊക്കെ ഒരു വീടായിരിക്കുമ്പോൾ എന്തൊക്കെ പണികളാണ് നമുക്കല്ലേ. അങ്ങനെ ഇതേ മീനൊക്കെ റെഡിയാക്കി നമ്മളെ കറി റെഡി ആയിട്ടോ. അപ്പോഴേക്കും നമ്മളെ സ്വത്തുമണികൾ മദ്രസയിൽ നിന്നും എത്തി നല്ല സന്തോഷപൂർവ്വം സലാം പറയുകയാണ് എന്നോട്. അങ്ങനെ മദ്രസയിൽ നിന്നും നമ്മളെ ഷിബിലി മോൻക്ക് ഒരു ജില്ലാ യാത്രൻ്റെ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി കൊടുത്താണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ സ്വത്തുമണികൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെയും ഞാൻ ക്ലീനാക്കി. അങ്ങനെ ആ ടേബിളും ഒന്ന് വൃത്തിയാക്കി. നമുക്ക് തന്നെയല്ല പണി, ക്ലീനാക്കുക തന്നെയല്ല പണി. അങ്ങനെ നമ്മൾ ഷിബിലി മോൻ സ്കൂളിൽ പോയി. അടുത്ത കലാപരിപാടിൻ്റെ അടിച്ചുവാരലാണ് കേട്ടോ. നമ്മുടെ അകത്ത് കൂടുതലൊന്നും കച്ചറൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളതൊന്നും ഉണ്ട് അടിച്ചുവാരി വൃത്തിയാക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് തുടക്കലാണ് കേട്ടോ. ആദ്യം ബേസണൊക്കെ ഒന്ന് കഴുകി, പിന്നെ ടേബിളൊന്ന് തുടച്ചെടുത്തു കേട്ടോ. പിന്നെ ജനലിൻ്റെ തിണ്ടുമുള്ള ചെറിയ ടൈലും അതൊന്ന് തുടച്ചെടുത്തു. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് തുടക്കലാണ്. സിറ്റ് ഔട്ടൊന്ന് ആദ്യം തുടച്ച് വൃത്തിയാക്കി. പിന്നീട് ഓരോരോ റൂമുകളായി തുടക്കലങ്ങാണ്ട് കഴിഞ്ഞു. തുടക്കുന്നതിൻ്റെ ഇടയിൽ മീനും പൊരിച്ചു. അങ്ങനെ ഗ്യാസ് അടുപ്പം ക്ലീനാക്കി. അങ്ങനെ മീൻ പൊരിക്കണ സ്മെല്ല് കേട്ടിട്ട് നമ്മളെ ഫിനിമോൾ എനിക്ക് കഞ്ഞി വേണം വെച്ചി എന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ കഞ്ഞി കൊടുത്തു. അങ്ങനെ ഇന്നത്തെ തുടക്കൽ നമ്മൾ അടുക്കളയോട് കൂടി സലാം പറഞ്ഞു. അപ്പോഴാണ് മുരിങ്ങയില ഉപ്പേരി വെച്ചാലോ എന്ന് തോന്നിയത്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫോൺ കോൾ വന്നു കേട്ടോ.
മീഷോന്ന് നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു, അതും എത്തിയിട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫിനിമോള് കുളിച്ച് റെഡിയായി സുന്ദരിയായി വരുന്നുണ്ട്. അങ്ങനെ അവൾ വന്നത് നേരെ പോയത് അവളെ കുട്ടികളുടെ അടുത്ത് കാട്ടാം. അവൾ കടത്തി ഉറക്കി പോയതായിരുന്നു അവളുടെ പാവക്കുട്ടികളെ. അങ്ങനെ ഞാൻ നമ്മളെ മുരിങ്ങൻ്റെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അതിൻ്റെ കണ്ണ് കുത്തി അതിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന്. അപ്പോഴേക്കും നമ്മൾ മുരിങ്ങൻ്റെ റെഡിയായി. അങ്ങനെ തേങ്ങയും ഉപ്പും മുളകും കൂടി എടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മാവേലിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളാണ് കേട്ടത്. അപ്പോഴേക്കും നമ്മൾ ശിബിലിക്കുട്ടി സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞ് വന്നു. അങ്ങനെ നേരാവാൻ വന്നതും ചായയിലേക്കാണ്. സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ 2 പേരും വിശക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് വരില്ല. അപ്പോഴേക്കും ഞാൻ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കിയതാണ് കേട്ടോ. വന്ന പാടെ തിന്നാനുള്ള ഇൻട്രസ്റ്റോട് കൂടി അവനും എൻ്റെ കൂടെ അടുക്കളയിൽ കയറി. അങ്ങനെ അരികളെല്ലാം ഞങ്ങൾ എടുത്ത് വെക്കുകയാണേ. അയ്യോ അയ്യോ അങ്ങനെ മക്രോണിയും ചായയും കുടിച്ച് എല്ലാവരും വയറ് നിറഞ്ഞു. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി ഇതല്ലേ, അവിടെയും ക്ലീനാക്കി. അങ്ങനെ ചായ കുടിച്ച പാത്രങ്ങളെല്ലാം കഴുകി അവിടെ വൃത്തിയാക്കിട്ടോ. മാവേലിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഷിബിലിമോനൊക്കെ റെഡിയാക്കി എടുത്ത് വെക്കാണ്ട്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും അരിവ് വാങ്ങിക്കൊടുത്തിട്ട് അവർ പള്ളിയിൽ പോണതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഷിബിലിമോനെ പഠിക്കുകയാണ്. മോള് പഠിച്ച് കിടന്നുറങ്ങി. അങ്ങനെ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.